എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സാൻഡി അൽബാനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ നെല്ലിക്ക ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നെല്ലിക്ക ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇടികല്ലിൽ നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് ചോറിനൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. തയ്യാറാക്കി വെച്ചിരുന്നാൽ വേഗത്തിൽ നമുക്കൊരു അച്ചാർ കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ഇടികല്ലിലോ, അപ്പോൾ ഞാനിവിടെ ഇടികല്ലിലാണ് ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ ചെറിയ പീസുകളാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സിയുടെ ചട്നി ജാറിലൊന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലുള്ള ചെറിയ നുറുക്കുകളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വേഗത്തിലൊക്കെ ആണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ കാര്യം പറഞ്ഞത്. ഇടികല്ലിലായിരുന്നാലും മിക്സിയിലായിരുന്നാലും നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നല്ലോണം ഒന്ന് ചതച്ച് എടുക്കുക. അപ്പോൾ ഇങ്ങനെ തരിതരിപ്പുള്ള ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഇടിച്ചെടുക്കേണ്ടത്, ഈ പരുവത്തിന്. അപ്പോൾ അടുത്ത് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ നന്നായിട്ട് ഒരു വൃത്തിയാക്കിയ ഒരു പാത്രത്തിനകത്ത് ആദ്യം ഇടിച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അല്പനേരം ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചേക്കാം. കാരണം ഇത് വളരെ ഉപ്പ് നെല്ലിക്ക അങ്ങനെയുള്ള ഉപ്പിലിട്ട നെല്ലിക്കയൊന്നുമല്ല, നമുക്ക് വേഗത്തിൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. വെളിച്ചെണ്ണയോ ഏത് എണ്ണയോ ഉപയോഗിച്ച് നമ്മൾ കടുക്, പിന്നെ ഉലുവ, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടിട്ട് ഒന്ന് നല്ല വഴണ്ട് വരുന്നതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടെ അതിനകത്തോട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കാരണം ഇതിൻ്റെ ഒരു വെള്ളാംശം, ഉപ്പിൻ്റെ അംശം അല്ലെങ്കിൽ ഉപ്പും ഇതും കൂടെ ചേർന്നിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എണ്ണ കുഴഞ്ഞ പരുവത്തിലൊന്നും അല്ല ഇരിക്കുന്നത്, കുറച്ച് എണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഇടിനെല്ലിക്ക എന്ന് പറയും ഇതിനകത്ത്. എൻ്റെ പേര് ഞാൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് പേരിട്ട് വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അല്ലെങ്കിൽ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.25 സ്പൂണ് മുളക് പൊടി ഇട്ട്, അധികം എരിവില്ലാത്തൊരു മുളക് പൊടിയാണ്. അത് നന്നായിട്ട് നമ്മൾ അതിനകത്തോട്ട് നല്ല എണ്ണയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതിനകത്തോട്ട് അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ, നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഇടിനെല്ലിക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.